إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن أظلم ممن ذكر بآيات ربه ثم أعرض عنها إنا من المجرمين منتقمون. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ നായകന്മാരും നേതാക്കന്മാരുമായ സുഹൃത്തുക്കളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം, അവനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണം എന്ന് ആമുഖമായി ഒരു വസിയ്യത്ത് എന്ന നിലയ്ക്ക് പ്രഖ്യാപിക്കുകയാണ്. സ്വാഗത പ്രാസംഗികൻ എല്ലാ ആളുകളെയും, എല്ലാ സുഹൃത്തുക്കളെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തതിൽ ഉപരിയായി ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ സുഹൃത്തുക്കളെയും, അവർ ആരാവട്ടെ, എല്ലാ ആളുകളെയും ഞാൻ വളരെ സ്നേഹ ബഹുമാന ആദരവുകളോടെ ഒന്നുകൂടി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്, ക്ഷണിക്കുകയാണ്. കാരണം ഇത് അങ്ങനെയുള്ള ഒരു പരിപാടിയാണ്. ഏകദൈവ വിശ്വാസം എന്ന വിഷയത്തെ സംബന്ധിച്ച് സംസാരിക്കണം എന്നാണ് ഇതിൻ്റെ സംഘാടകർ എന്നോട് നിർദ്ദേശിച്ചിട്ടുള്ളത്. ഇവിടെ നിന്ന് മാത്രമല്ല, എവിടെയും മാനവരാശി സമൂഹമായി ഒറ്റക്കോ കൂട്ടായോ ജീവിക്കുന്ന എല്ലാ സ്ഥലത്തും എല്ലാവരോടും പറയേണ്ടുന്ന, പഠിപ്പിച്ചു കൊടുക്കേണ്ടുന്ന, വ്യക്തമാക്കി കൊടുക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ഇത്. മൊത്തത്തിൽ ചുരുക്കി പറയുകയാണെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിൻ്റെ അർത്ഥം ഞാനത് പറയാൻ പോവുകയാണ്. മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് മുസ്തൈഖിനൻ ബിഖൽബിഹി ദഖലൽ ജന്ന. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഒരു വചനമാണിത്. ആർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഹൃദയത്തിൽ ആഴ്ന്നിറങ്ങിയ നിലക്ക് അതിൻ്റെ പൊരുൾ മനസ്സിലാക്കി അതിൻ്റെ തത്വം ഗ്രഹിച്ചുകൊണ്ട് ആർ പ്രഖ്യാപിച്ചുവോ ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നാണ്. അവൻ എന്തെങ്കിലും കടക്കാൻ സാധ്യതയുണ്ട് എന്നല്ല പറഞ്ഞത്, അവൻ പ്രവേശിച്ചു, കടന്നു, സ്വർഗ പൂങ്കാവനത്തിൽ അവൻ കടന്നു എന്നാണ്. അപ്പൊ സ്വർഗത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് പഠിക്കണ്ടേ? പഠിക്കണം. അതുകൊണ്ടാണ് ഖുർആൻ ഇങ്ങനെ പറഞ്ഞത്, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. നീ അറിയണം, നീ ഗ്രഹിക്കണം, നീ പഠിക്കണം, നിശ്ചയം അല്ലാഹു അല്ലാതെ മറ്റ് ഇലാഹില്ല. ഇത് പഠിക്കണം എന്നാണ് പറഞ്ഞത്. അതിൻ്റെ പൊരുളിലേക്ക് വെളിച്ചം വീശുന്ന ചില കാര്യങ്ങളാണ് ഇവിടെ സമർപ്പിക്കാൻ പോകുന്നത്. നല്ലതുപോലെ ശ്രദ്ധിക്കണം. ഇതെന്താണെന്ന് ചോദിച്ചാൽ, ഇത് മനുഷ്യനെ നഷ്ടത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ഒരു വലിയ ഒരു സേവനമാണ്. നഷ്ടം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കച്ചവടത്തിൽ നഷ്ടം സംഭവിക്കുന്നവരുണ്ട്. കൃഷി, കാർഷിക ഉൽപ്പന്നങ്ങൾ അത് കാലക്കേട് ബാധിച്ച് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രോഗം ബാധിച്ച് അതങ്ങനെ നഷ്ടത്തിൽ കലാശിക്കുന്നതുണ്ട്. ഒരു ഡിഗ്രി പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി അവൻ പരീക്ഷയിൽ പരാജയപ്പെടാറുണ്ട്.
ഇങ്ങനെയുള്ള പല നഷ്ടങ്ങളും പ്രയാസങ്ങളും വിഷമങ്ങളും ദുർഘടങ്ങളും ഒക്കെ നമുക്ക് ദുനിയാവിൽ ഉണ്ടാവാറുണ്ട്. പക്ഷെ ശരിക്കുള്ള നഷ്ടം എന്ന് പറഞ്ഞാൽ എന്താ? നഷ്ടകാരികൾ ആര് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ഇന്നൽ ഖാസിരീന അല്ലദീന ഖസിറൂ അൻഫുസഹും വഅഹ്ലീഹിം യൗമൽ ഖിയാമ അലാ ദാലിക ഹുവൽ ഖുസ്റാനുൽ മുബീൻ. നഷ്ടം വരുത്തിയവർ തന്റെ സ്വന്തം ശരീരത്തിനും അതുതന്നെ കുടുംബങ്ങൾക്കും എല്ലാവർക്കും നഷ്ടം വരുത്തി വെച്ചവൻ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ നഷ്ടം പറ്റിയവനാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഖിയാമത്ത് നാളിൽ നഷ്ടം പറ്റിയവൻ എന്താ സംഭവിക്കുക? നരകത്തിലേക്ക് യാത്രയയക്കപ്പെടും. നരകം, അള്ളാഹുവിന്റെ ശിക്ഷയിലേക്ക് അവൻ നയിക്കപ്പെടുമെന്നർത്ഥം. നമുക്ക് തോന്നാം ഇതൊക്കെ ഈ അള്ളാഹുവിന്റെ ശിക്ഷ ഇതൊക്കെ പറഞ്ഞ് വെറുതെ മനുഷ്യനെ പേടിപ്പിക്കേണ്ടതുണ്ടോ? പേടിപ്പിക്കുന്നില്ല. അത് രണ്ടാമത്തെ പാർട്ട്. ഒന്നാമത്തെ പാർട്ട് സ്വർഗം തന്നെയാണ്, സ്വർഗപൂങ്കാവനം തന്നെയാണ്. അള്ളാഹുവിന്റെ കാരുണ്യമാണ്, വാത്സല്യമാണ്, പാപം പൊറുക്കലാണ്, അലിവാണ്, കനിവാണ്. രണ്ടാമത്തെ പാർട്ടായിട്ടാണ് അള്ളാഹുവിന്റെ ശിക്ഷയെ കുറിച്ച് പറയുന്നത്. ശരിയാ. പക്ഷെ അള്ളാഹുവിന്റെ ശിക്ഷ നിങ്ങൾ നോക്കൂ, പരലോകത്തേക്ക് പോകേണ്ടതില്ല. ഇവിടെ നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ അതിന്റെ ചില സാമ്പിളുകൾ ഇങ്ങനെ കാണാം, അല്ലേ? ഈയിടെയായിട്ട് മനുഷ്യന്മാർ പോയി ഭൂമി കുലുങ്ങുക എന്നൊക്കെ പറഞ്ഞാൽ അത് കിടുകിട വിറക്കുക എന്നൊക്കെ സാധാരണ നമുക്കത് അറിഞ്ഞൂടായിരുന്നു എന്താന്നുള്ളത്. പക്ഷെ ഇപ്പൊ അറിയാം. ഇപ്പൊ ആരും അത് എതിർക്കൂല. എല്ലാവരും കണ്ണു തുറന്നിട്ടുണ്ട്. നല്ല ഭയപ്പാടുണ്ട് എല്ലാവർക്കും. മഹാരാഷ്ട്രയിൽ ലത്തൂരിൽ സംഭവിച്ചതിന്റെ അതിൻ്റെ അലയൊലികൾ മാറിയിട്ടില്ല സഹോദരന്മാരെ, നടുക്കം മാറിയിട്ടില്ല. ആളുകൾ നോക്കൂ, നിങ്ങൾ ഒരൊറ്റ ഒരുത്തനെ അല്ല വിട്ടില്ല അന്ന്. അതെങ്ങാനും പകലായിരുന്നെങ്കിൽ റോട്ടിൽ, മൈതാനത്തിൽ, മാർക്കറ്റിൽ, കൃഷിയിടങ്ങളിൽ, അവിടെ ഇവിടെ എത്ര ആളുകൾ രക്ഷപ്പെട്ടു പോയിരുന്നു. ഒറ്റ ഒരുത്തൻ. ഫ്രണ്ട് ലൈൻ മാസിക വിശദീകരിക്കുന്നത് ആർമിയൊക്കെ വന്ന് ജഡം തെരഞ്ഞു പിടിച്ച് എടുത്ത് അതൊക്കെ പെട്രോൾ ഒഴിച്ച് കത്തിച്ച് ഒക്കെ ചെയ്യുന്ന ഏർപ്പാടിൽ മുഴുകി നിൽക്കുക. പക്ഷേ നിങ്ങൾ ആ സ്ലാബ് ഒന്ന് പൊന്തിച്ചു നോക്കുക, അവിടെ ജഡമുണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് പറയാൻ ഒരാളുണ്ടായില്ല. അയൽവക്കക്കാരൻ ആരെങ്കിലും ബാക്കിയായിട്ട് വേണ്ടേ മറ്റവന്റെ കഥ പറയാൻ? അതിന് പോലും ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ പോലും ആളുണ്ടായില്ല എന്നാ അള്ളാഹുവിന്റെ തീരുമാനം. അങ്ങനെയാ. ഇപ്പൊ നിങ്ങൾ നോക്കൂ, സുനാമി എന്ന പേരിൽ അറിയപ്പെടുന്ന കടന്നു വന്ന സാധനം. എൻ്റെ ഒരു സുഹൃത്ത് നിക്കോബാർ ദ്വീപിൽ നിന്നും വന്നിരുന്നു. അവൻ പറഞ്ഞത് വളരെ ഭയാനകമാണ്. ഇപ്പൊ സാധാരണ അലമാല ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ, കരയിലേക്ക് ഇങ്ങോട്ട് വരുന്നുണ്ട്, അതങ്ങനെ പോവാറുമുണ്ട്. പക്ഷേ ഇത് വന്ന തിര ഒന്നായിട്ട് അങ്ങോട്ട് പോയിന്നാ. സാധാരണത്തെ പോക്കല്ല, ഒരു പോക്കങ്ങോട്ട് പോയി. മൈലുകളോളം മണൽ പരപ്പിങ്ങനെ കണ്ടുന്നാ. അതിൽ മത്സ്യമുണ്ട്, കക്കയും ചിപ്പിയും ഇതൊക്കെ ഉണ്ട്. ആളുകൾ വളരെ ആർത്തിയോട് കൂടിയിട്ട് അങ്ങോട്ട് ഇറങ്ങിയെന്നാ ഈ മത്സ്യമൊക്കെ വാരാൻ. ഇതിനെക്കുറിച്ച് അറിവും പരിചയമുള്ളവന്മാർ പറഞ്ഞു ഇറങ്ങരുത്, പരമാവധി തടുത്തു. പക്ഷെ അതൊന്നും കേട്ടില്ല. പലരും ഒക്കെ മാറി, ബാക്കിയുള്ളവരൊക്കെ ഇറങ്ങി. ഒരു 20 മിനിറ്റ് കഴിഞ്ഞു. 20 മിനിറ്റ് ഒന്നും സംഭവിച്ചില്ല. 20 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് തിര ഇങ്ങോട്ട് വന്നത്. അതൊരു വരവായിരുന്നു. നിങ്ങൾ നോക്കൂ, അതിന്റെ പവർ, ശക്തി എത്രമാത്രമാണ് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കണം. മനുഷ്യനെ കണ്ണ് തുറപ്പിക്കാൻ വലനുദീഖന്നഹും മിനൽ അദാബിൽ അദ്നാ ദൂനൽ അദാബിൽ അക്ബർ ലഅല്ലഹും യർജിഊൻ. ഖുർആൻ ഇതൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. ചെറിയ ചെറിയ ശിക്ഷ സാമ്പിളുകൾ നാം ഇങ്ങനെ ആസ്വദിപ്പിക്കും വലിയ ശിക്ഷയ്ക്ക് മുമ്പായിട്ട്. ലഅല്ലഹും യർജിഊൻ, മടങ്ങട്ടെ മനുഷ്യൻ. ആര് മടങ്ങുന്നു? അപ്പം അള്ളാഹുവിന്റെ ശിക്ഷ പരലോകത്ത് ചെന്നിട്ട് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കേണ്ട. അതിന്റെ സാമ്പിളുകൾ അവിടെ ചുറ്റുപാടുകളിലേക്ക് നോക്കിയാൽ കാണാം. പക്ഷേ ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ പരാജയം, അവൻ നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ പരാജയപ്പെട്ട് നരകത്തിലേക്ക് യാത്രയയക്കുന്ന അതാണ് എന്ന് മനസ്സിലാക്കുക. അതില്ലാതെ വരാൻ മനുഷ്യനെ മോചിപ്പിക്കുന്ന മോചന മന്ത്രവുമായി ഓടി നടക്കുന്ന ഒരു വലിയ സേവനമാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ആളുകൾ, പ്രവർത്തകന്മാർ നടത്തുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിൽ കളങ്കമില്ലാതെ ഒരുത്തൻ അത് പ്രഖ്യാപിക്കുകയും അതിന്മേൽ ജീവിക്കുകയും ചെയ്താൽ അവന് സ്വർഗത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞു. ഇതിന്റെ നേരെ ഘടകവിരുദ്ധവുമുണ്ട്. അതിൽ കളങ്കം ആരോപിച്ചവൻ,
അവൻ നരകത്തിലേക്ക് പോയേ പറ്റൂ. അവന് സ്വർഗം കണി കാണാനുണ്ടാവില്ല. നമ്മളൊക്കെ ആർത്തിയോടുകൂടി ആഗ്രഹിക്കുന്ന, പ്രതീക്ഷിക്കുന്ന, രക്ഷപ്പെടണമെന്ന് കരുതുന്ന, പ്രവേശിക്കണമെന്ന് അതിയായ ആഗ്രഹമുള്ള ജന്നാത്തുൽ ഫിർദൗസ് അത് നഷ്ടപ്പെടാൻ പോവുകയാണ്. എന്ത് കാരണത്താൽ? ലാ ഇലാഹ ഇല്ലല്ലാ ഇല്ലാത്തതിന്റെ കാരണത്താൽ, അതിന്റെ പൊരുൾ ഇല്ലാത്തതിന്റെ കാരണത്താൽ. അപ്പൊ നമുക്ക് നോക്കാം, എന്താ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇങ്ങനെ പറയേണ്ടതുണ്ടോ? അള്ളാഹുവിനെ ആരാധിക്കണം, അതിനകത്ത് ആർക്കാ തർക്കം? ഒരു സംശയം ഉണ്ടാവില്ലേ? അല്ല, അങ്ങനെയല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ പൊരുൾ, അതിന്റെ മഹത്വം അള്ളാഹുവിനെ ആരാധിക്കുക എന്നത് അല്ല. സംശയം മാറിയിട്ടുണ്ടാവില്ല നിങ്ങൾക്ക്. ഈ മൗലവി എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? മൗലവി എല്ലാ അതിരും വിട്ട് പറയുന്നുണ്ടോ എന്ന് പലർക്കൊരു സംശയം ഉണ്ടാവും. ഒന്നുകൂടി ഞാൻ പറയുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ പൊരുൾ അള്ളാഹുവിനെ ആരാധിക്കുക എന്നതല്ല. പിന്നെയോ? അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, മറ്റൊന്നിനെയും ആരാധിക്കാതിരിക്കുക. അങ്ങനെ തന്നെ പറയണം. കാരണം അങ്ങനെയാണ് ഖുർആൻ പറഞ്ഞത്. ഖുർആൻ പറഞ്ഞത്, ഖുർആനിന്റെ ശൈലിയും അതാണ്.